വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സ്റ്റീൽ ബെഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഹെൽമെറ്റാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അധികം ആർക്കും ഈ ഹെൽമെറ്റിനെ കുറിച്ച് അങ്ങനെ അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വിശദമായിട്ട് ഈ ഹെൽമെറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സ്റ്റീൽ ബെഡിൻ്റെ എയറോനോട്ടിക്സ് SA2 എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് ഈ ബോക്സിൻ്റെ മേലുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. സ്റ്റീൽ ബെഡിൻ്റെ എയറോനോട്ടിക്സ് സീരീസിൽ വരുന്ന ഹെൽമെറ്റാണ്. അതവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ നെയിം വരുന്നത് SA2 7 Wings എയറോനോട്ടിക്സ് എന്നാണ്. അതുപോലെ തന്നെ ഈ ബോക്സിൽ വരുന്ന ഹെൽമെറ്റിൻ്റെ കളർ വരുന്നത് ഗ്ലോസി മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ്. ഇതിൻ്റെ MRP വരുന്നത് 3249 രൂപയാണ് ഈ ഹെൽമെറ്റിൻ്റെ MRP വരുന്നത്. അതുപോലെ തന്നെ സൈസ് വരുന്നത് 58 സെൻറ്റിമീറ്റർ ആണ്. അത് 3 സൈസിലാണ് അവൈലബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. M, L അതുപോലെ തന്നെ XL എന്ന് 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വാങ്ങിച്ചത് M സൈസാണ്. പിന്നെ ഈ ഹെൽമെറ്റ്, അതായത് ഈ ബോക്സിലുള്ള ഹെൽമെറ്റിൽ വരുന്ന ക്ലിയർ വൈസറാണ് ഈ ഹെൽമെറ്റിന് വരുന്നത്. പിന്നെ സ്മോക്ക് വൈസറും ടിൻഡഡ് വൈസറും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഹെൽമെറ്റ് പുറത്തെടുത്തിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മുടെ ഹെൽമെറ്റ് വരുന്ന ഒരു സ്റ്റോറേജ് ബാഗിലാണ്. ബാഗിൻ്റെ മേലെ നമുക്ക് കാണാം എയറോനോട്ടിക്സ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ സൈഡിൽ അതുപോലെ തന്നെ സ്റ്റീൽ ബേർഡ് എന്നുള്ള ഇതും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഹെൽമെറ്റ് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. സ്റ്റീൽ ബേർഡിൻ്റെ എയറോനോട്ടിക് സീരീസിൽ വരുന്ന SA2 7 Wings എന്ന് പറയുന്ന ഹെൽമെറ്റാണിത്. സംഭവം ഫസ്റ്റ് നോട്ടത്തിൽ എനിക്കിഷ്ടമായി. ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് സംഭവം പൊളി സാധനം. ഇതിൻ്റെ ഡിസൈനും ഷേപ്പൊക്കെ നല്ല ഇടുവാണ്. ഇതെൻ്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറയും. നല്ലൊരു പ്രീമിയം ലുക്ക് അതുപോലെ തന്നെ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ ഷെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് സ്റ്റീൽ ബേർഡ് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഷെല്ല് നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് വൈസറാണ് ഈ ഹെൽമെറ്റിന് വരുന്നത്. അത് പോളികാർബണേറ്റ് സിലിക്കൺ ഹാർഡ് കോട്ടഡ് ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ വെൻസ് വരുന്നുണ്ട്. ചിന്ന ഏരിയയിൽ ഒരു വലിയൊരു എയർ വെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ സൈഡിലും ഇതുപോലെ 2 എയർ വെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അത് ടോപ്പിൽ ഇതേപോലെ തന്നെ ഒരു എയർ വെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഫ്രണ്ടിൽ 4 എയർ വെൻസാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഇതുപോലെ തന്നെ എക്സോസ്റ്റ് വെൻസ് നമുക്ക് കാണാം. ഒരു 3 എക്സോസ്റ്റ് വെൻസും കാണാം. അതുപോലെ ബാക്കിൽ ഒരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പോയിലറാണ്, നല്ല ലുക്ക് ഉണ്ട് കാണാനും. പിന്നെ വൈസറിൻ്റെ വൈസറിൻ്റെ ഒരു ലോക്കിംഗ് മെക്കാനിസം വരുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ഹൈ എൻഡ് ഹെൽമെറ്റുകളിൽ മാത്രമേ കാണാനുള്ളൂ. അതായത് ഹൈ സ്പീഡിലൊക്കെ പോകുമ്പം വൈസർ തുറന്നു പോകാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ലോക്കിംഗ് മെക്കാനിസം കാണുന്നത്. അതുപോലെ തന്നെ ഒരു സിംഗിൾ വൈസറാണ് ഈ ഹെൽമെറ്റിന് വരുന്നത്. ഡുവൽ വൈസർ ഒന്നല്ല വരുന്നത്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം വരുന്നത് വെച്ചാൽ ക്വിക്ക് റിലീസ് ചിൻ സ്ട്രാപ്പാണ് വരുന്നത്. ചിൻ സ്ട്രാപ്പ് വരുന്നത് ക്വിക്ക് റിലീസാണ്, ഡബിൾ ഡി റിംഗ് ഒന്നല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഷനൊക്കെ റിമൂവബിളാണ്. എല്ലാ കുഷനും, ചിന്നിൽ വരുന്ന കുഷനും അതുപോലെ തന്നെ ഹെഡിൽ വരുന്ന കുഷനൊക്കെ നമുക്ക് റിമൂവബിളാണ്. ഈസി ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർകോമിൻ്റെ അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കുഷനും ഹെൽമെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബട്ടൺ ടൈപ്പ് കണക്ടർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈസിലി റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കത് കാണാം, ഇതിൻ്റെ വില മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസൈൻഡ് ഇൻ ഇറ്റലി എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കാണാനൊക്കെ. അതുപോലെ തന്നെ ISI സർട്ടിഫൈഡ് ഹെൽമെറ്റാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെച്ചാൽ 1350 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഹെൽമെറ്റ്. സ്റ്റീൽ ബേർഡ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മാനുഫാക്ചറാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുമ്പം. ഹെൽമെറ്റിന് കൊടുത്തിരിക്കുന്ന നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഈ ഹെൽമെറ്റിൻ്റെ. പക്ഷേ ഒരു മെറ്റാലിക് ഗ്ലോസി ഫിനിഷാണ് ഈ ഹെൽമെറ്റിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെയിൻറ്റ് ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രീമിയം ഫിനിഷ് അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഈ ഹെൽമെറ്റിൻ്റെ വൈസർ എങ്ങനെയാണ് റിമൂവ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ വൈസർ ഫുള്ളായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ കാണാം, നമുക്കൊരു ലിവർ കാണാം. ഇത് ജസ്റ്റ് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യുക. ഈ ഭാഗം പിടിച്ച് വൈസറിൻ്റെ ഈ ഭാഗം പിടിച്ച് ലിഫ്റ്റ് ചെയ്യുക. ഇതിന് 3 ലോക്കുകളാണ് വൈസറിൻ്റെ മേലെ ഹെൽമെറ്റിലായിട്ട് വരുന്നത്. അതായത് ഈ വൈസർ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈസർ ഊരി കിട്ടും, ഹെൽമെറ്റിൻ്റെ മേലെ നിന്ന് ഊരി കിട്ടും. സെയിം തന്നെ അടുത്ത സൈഡിലും ജസ്റ്റ് ലിവർ പുള്ള് ചെയ്യുക, വൈസർ ലിഫ്റ്റ് ചെയ്യുക. ആ വൈസറിൻ്റെ മേലുള്ള 3 ലോക്ക് ഹെൽമെറ്റിൻ്റെ മേലെ 3 സ്ഥലത്തായിട്ടാണ് നിൽക്കുക. ഈ ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം
ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലിവർ പുള്ളി കഴിഞ്ഞാൽ ഇവിടെയാണ് ആ 3 ലോക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് വൈസർ സിമ്പിളായിട്ട് കിട്ടും. സെയിം തന്നെയാണ് വൈസർ ഇടുന്ന സമയത്തും. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് റിമൂവ് ചെയ്ത ആ ലോക്കിൻ്റെ ലെഗാണ്. അതിനുശേഷം നമ്മൾ ലിവർ പുൾ ചെയ്തിട്ട് ജസ്റ്റ് വൈസർ പ്രസ് ചെയ്യുക. അപ്പം ആ ലോക്കിലേക്ക് വൈസർ ഇൻസേർട്ട് ആവും. അത്ര കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം ഒന്നുമല്ല വൈസർ റിമൂവ് ചെയ്യുന്ന മെക്കാനിസം വരുന്നത്. അത് സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസം തന്നെയാണ് ഹെൽമെറ്റിന് വരുന്നത്. സെയിം തന്നെയാണ് അടുത്ത സൈഡിലും. അപ്പോൾ ഈസി ആയിട്ട് വൈസർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണമെങ്കിലോ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഹെൽമെറ്റിൻ്റെ പാഡിംഗ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് പാഡിംഗ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ബട്ടൺ ടൈപ്പ് ലോക്കിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. കുഷനൊക്കെ വളരെ സോഫ്റ്റാണ്. അത് നമുക്ക് പിടിച്ചു നോക്കിയാൽ തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്യില്ല. കുഷനൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ 3000 രൂപയുടെ ഹെൽമെറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ അല്ലെങ്കിൽ ഇൻ്റർകോമിൻ്റെ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് സ്പേസ് അതുപോലെ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ കുഷൻ്റെ മേലെ തന്നെ വരുന്നുണ്ട്. ലോക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ബട്ടൺസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമുക്ക് കാണാം ഹെൽമെറ്റിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വളരെ വലിയ ഡീപ്പ് ചാനൽസ് കൊടുത്തിട്ടുണ്ട്. അത് എയർ പാസേജിന് വേണ്ടിയിട്ടാണ് ഈ ഡീപ്പ് ചാനൽസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഇൻസൈഡ് നമ്മൾ എയർ വെൻസ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും. അങ്ങനെ വല്ലാണ്ട് ഹീറ്റൊന്നും നമുക്ക് തലയ്ക്ക് ഫീൽ ചെയ്യില്ല. റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല എയർ പാസേജ് ഉണ്ടാവും ഇൻസൈഡ്. അത് നമ്മൾ ഈ ഡീപ്പ് ഗ്രൂസ് അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് കാണാൻ എല്ലാ എയർ വെൻസിൻ്റെ അവിടെ ഈ ഹോൾസ് നമുക്ക് ഈ തെർമോക്കോളിന് കൊടുത്തിരിക്കുന്നതായിട്ട് കറക്റ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിൽ എക്സോസ്റ്റ് ഹോൾസും കൊടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അതും കൂടി ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ക്വിക്ക് റിലീസ് മെക്കാനിസം. അതിൽ ഈ ലോക്കിംഗ് ഇത് വന്നിരിക്കുന്നത് മെറ്റലാണ്. അതുമാത്രമല്ല അത് അത്ര ഒരു ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ റസ്റ്റൊക്കെ പിടിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. അത്ര മോശം ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ലൈഫ് കിട്ടുമെന്നുള്ള ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റിൽ വരുന്ന സ്പോയിലേഴ്സാണ്. സ്പോയിലേഴ്സ് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ തിന്നാണ്. തന്നെ വലിയ എവിടെയെങ്കിലും തട്ടിയാലോ മുട്ടിയാലോ ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത്ര ഒരു സ്ട്രോങ് ഫീൽ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് രണ്ടാമതായിട്ട് ഇഷ്ടപ്പെടാത്ത കാര്യം. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ക്വിക്ക് റിലീസിൻ്റെ സ്ട്രാപ്പ് ഹെൽമെറ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് നെറ്റ് ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ്. സാധാരണ ഹെൽമെറ്റിലൊക്കെ സാധാരണ റിവറ്റ് ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെക്കാനിക്സാണ് കാണൽ. അതുമാത്രമല്ല അതൊന്നും സാധാരണ എക്സ്പോസ് ചെയ്ത് കാണാറുമില്ല. നമ്മളിപ്പം ഈ കുഷന് റിമൂവ് ചെയ്താൽ പോലും സാധാരണ എന്തുകൊണ്ടാണിത് ഫിക്സ് ചെയ്തിരിക്കുന്നത് സാധാരണ ഹെൽമെറ്റിൽ കാണാറില്ല. ഇത് ശരിക്കും എക്സ്പോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ വേണമെങ്കിൽ ഈ സ്ട്രാപ്പൊക്കെ മാറ്റാൻ ഇത് ഈസി ആണെങ്കിലും എനിക്ക് തോന്നുന്നു സേഫ്റ്റി വൈസ് അത് കോംപ്രമൈസ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ ആയില്ല, എന്തായാലും ISI സർട്ടിഫൈഡ് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ആ സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ഈ ഹെൽമെറ്റിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുള്ളത്. എനിക്ക് ഈ ഹെൽമെറ്റിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. എനിക്ക് ഈ ഹെൽമെറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലുക്കാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഏത് ആംഗിൾ നോക്കിയാലും ഇതിൻ്റെ ലുക്ക് സൂപ്പറാണ്. ഈ ഹെൽമെറ്റിൻ്റെ ലുക്കിനെ പറ്റി അല്ലെങ്കിൽ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഷൂയിൻ്റെ എക്സ്പിരിറ്റ് 3 അഥവാ X14 എന്ന് പറയുന്ന മോഡലിൻ്റെ സെയിം കോപ്പിയാണ് ഈ ഹെൽമെറ്റിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻ. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഈ സ്പോയിലറിൻ്റെ ഡിസൈന് അതുപോലെ തന്നെ എയർ വെൻസ്, ഈ 2 എയർ വെൻസിൻ്റെ ഒക്കെ ഷേപ്പും ഡിസൈനൊക്കെ സെയിം ഷൂവിൻ്റെ ഹെൽമെറ്റിനെയാണ്. ഈവൻ വൈസറിൻ്റെ ലോക്കിംഗ് മെക്കാനിസം, ലോക്കിംഗ് സിസ്റ്റം വരെ ഷൂവിൻ്റെ ഹെൽമെറ്റിൻ്റെ ആണ്. വൈസറിൻ്റെ ഓപ്പണിംഗ് മെക്കാനിസം വരെ ഷൂവിൻ്റെ ഹെൽമെറ്റിൻ്റെ കോപ്പിയാണ്. ആകെ വ്യത്യാസം വരുന്നത് ഫ്രണ്ടിലെ ചിന്നിലെ എയർ വെൻറ്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതിൻ്റെ ഡിസൈൻ മാത്രമേ ഈ ഷൂവിൻ്റെ എക്സ്പിരിറ്റ് 3 അല്ലെങ്കിൽ X14 എന്നുള്ള മോഡലായിട്ട് ഡിഫറൻസ് വരുന്നുള്ളൂ. പക്ഷേ ഈ എയർ വെൻറ്റ് ഫ്രണ്ട് ചിന്നിലെ എയർ വെൻറ്റ് ഈവൻ ഷൂവിൻ്റെ Air 2 GT എന്ന് പറയുന്ന മോഡലിൻ്റെ കോപ്പിയാണ് ഈ ഫ്രണ്ട് എയർ വെൻറ്റിൻ്റെ ഡിസൈൻ. 80,000-90,000 രൂപയോളം വരുന്ന ഷൂവിൻ്റെ ഹെൽമെറ്റിൻ്റെ സെയിം ഡിസൈനാണ് ഈ 3,249 രൂപ വരുന്ന സ്റ്റീൽ ബേഡിൻ്റെ ഹെൽമെറ്റിന് സ്റ്റീൽ ബേഡ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല ഇത് ഷൂവിൻ്റെ ഹെൽമെറ്റ് അല്ലാന്ന്. എന്തായാലും ലുക്ക് വൈസിൽ സംഭവം അടിപൊളിയാണ്.
എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ലുക്കുള്ള ഹെൽമെറ്റ് വേറെ ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ വൈസർ ലോക്കിംഗ് സിസ്റ്റം. ഒരു 3000 രൂപയുള്ള ഹെൽമെറ്റിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം, ഈ ലോക്കിംഗ് സിസ്റ്റം കണ്ടുവരാറില്ല. എനിക്ക് തോന്നുന്ന ഒരു 8000-10,000 രൂപ റേഞ്ച് വരെയുള്ള ഹെൽമെറ്റിൽ വരെ ഇങ്ങനത്തെ ഒരു വൈസർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഹൈ എൻഡ് ഹെൽമെറ്റുകളിൽ മാത്രമേ വൈസർ ഓപ്പണായി പോകാതിരിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനത്തെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഞാൻ കണ്ടിട്ടുള്ളൂ. അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ വൈസർ ഓപ്പണിങ്. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് വൈസർ ഓപ്പൺ ചെയ്ത് വെക്കാം. അതായത് നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് എയർ കിട്ടണമെങ്കിൽ വേണ്ടി പൊക്കി വെക്കാം. അങ്ങനെ ഏത് ലെവലിൽ വേണമെങ്കിലും പൊക്കി വെക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ടൊരു സംഭവം. പിന്നെ നമുക്ക് പാഡിംഗ് ഒക്കെ ഊരിയിട്ട്, അതുപോലെ വൃത്തിയിടാവുകയാണെങ്കിൽ പാഡിംഗ് ഒക്കെ ഊരിയിട്ട് ക്ലീൻ ചെയ്യാം. അതിപ്പം ഒരുവിധം എല്ലാ ഹെൽമെറ്റിലും അവൈലബിൾ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റും, പാഡിംഗ് ഊരാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഇത്രയൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുള്ളത്. ഞാൻ ഈ ഹെൽമെറ്റ് കുറച്ച് കാലം യൂസ് ചെയ്തതിനു ശേഷം വേറെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചു യൂസർ റിവ്യൂ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഏകദേശം ഒരു 2 ആഴ്ചയോളമായി ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. സംഭവം കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ഇത് ഹെൽമെറ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ലോങ് റൈഡൊക്കെ പോകണമെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു നെക്കിന് പെയിനോ അല്ലെങ്കിൽ തലയിലെന്തോ ഒരു വെയിറ്റുള്ള സാധനം വെച്ച പോലത്തെ ഫീലൊന്നും ഇല്ല. ചിലപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റുകൾ കുറച്ച് വെയിറ്റുള്ള ഹെൽമെറ്റ് ആയതുകൊണ്ടാവാം എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല വളരെ ഇൻസൈഡ് വളരെ കൂളിംഗ് ആണ്. നമുക്ക് തീരെ ചൂടൊന്നും ഫീൽ ചെയ്യില്ല. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. പിന്നെയുള്ള സംഭവം വെച്ചാൽ വിൻഡ് നോയ്സ് വളരെ കുറവാണ് ഹെൽമെറ്റിന്റെ ഇൻസൈഡ്. ഹെൽമെറ്റിന്റെ സീലിംഗ് ഒക്കെ വളരെ പ്രോപ്പർ ആയതുകൊണ്ടാവാം വിൻഡ് നോയ്സ് ഇൻസൈഡ് വളരെ കുറവ്. അതായത് വൈസറിന്റെ സീലിംഗും അതുപോലെ തന്നെ ചിൻ കർട്ടനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഹെൽമെറ്റിന്റെ ഫിറ്റും കൂടി ഒരു ഫാക്ടറാണ് ഹെൽമെറ്റിന്റെ ഇൻസൈഡിൽ വിൻഡ് നോയ്സ് കുറയാൻ. എനിക്ക് തോന്നുന്ന ഒരു 5000 അല്ലെങ്കിൽ 6000 അതിൻ്റെ മുകളിലുള്ള ഹെൽമെറ്റിൽ പോലും എനിക്ക് തോന്നുന്നു ഹൈ സ്പീഡിൽ നല്ല വിൻഡ് നോയ്സ് ഉണ്ട്. ഇത് ഹൈ സ്പീഡിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഈവൻ ഒരു 70-80 പോകുമ്പോൾ പോലും വിൻഡ് നോയ്സ് ഇൻസൈഡ് കുറവാണ് എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ വിസിബിലിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ആണ്. പക്ഷേ 180 ഡിഗ്രി എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ബ്ലോക്കിംഗ് ഉണ്ട്, പക്ഷേ മോശമില്ലാത്ത വിസിബിലിറ്റി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഴയുള്ള സമയത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും തീരെ സാധാരണ സീലിംഗ് മോശമാണെങ്കിൽ വെള്ളം സൈഡിൽ കൂടെയൊക്കെ എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഹെവി റെയിൻ അല്ല, എന്നാൽ പോലും തീരെ വെള്ളമൊന്നും എൻ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് എന്താ വെച്ചാൽ ഇപ്പോൾ ഹെൽമെറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ മേലെയൊക്കെ നമ്മളെ കൈയിൻ്റെ പാടൊക്കെ നല്ലോണം വരുന്നുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലാതെ വേറെ അങ്ങനെ അധികമൊന്നും എനിക്ക് ഇഷ്ടപ്പെടാൻ സംഭവമില്ല. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു പ്രൈസിന് നല്ലൊരു ഹെൽമെറ്റാണ്. മീൻസ് ലുക്ക് വൈസ് അടിപൊളിയാണ്. ഇൻസൈഡ് തീരെ ഹീറ്റ് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വിൻഡ് നോയ്സ് വളരെ കുറവാണ് ഇൻസൈഡ്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പൈസയ്ക്ക് മോശമില്ലാത്തൊരു ഹെൽമെറ്റാണ്. വേർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ്. മീൻസ് ഞാനിപ്പോൾ 2 ആഴ്ച യൂസ് ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നോട്ടീസ് ചെയ്യാം. പക്ഷേ ഇപ്പം അറ്റ് പ്രസൻറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു പൈസയ്ക്ക് വേർത്താണ് ഈ ഹെൽമെറ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 3000 രൂപയ്ക്ക്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പൈസ കൂടുകയാണെങ്കിൽ ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് കിട്ടും. ഇത് ജസ്റ്റ് ISI സർട്ടിഫൈഡ് ആണ്. ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് കിട്ടും. 4000 രൂപ ആ റേഞ്ചിനൊക്കെ ഡോട്ട് സർട്ടിഫൈഡ് ഹെൽമെറ്റ് കിട്ടാനുണ്ട്. ISI സർട്ടിഫിക്കേഷൻ ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പം ലുക്ക് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊരു 4000 അല്ലെങ്കിൽ 5000 രൂപ മുടക്കാനില്ല. പക്ഷെ നിങ്ങൾക്ക് സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഹെൽമെറ്റ് എന്തായാലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഹെൽമെറ്റാണ്. നോർമൽ സ്പീഡ് റൈഡിങ് കണ്ടീഷനിലാണെങ്കിൽ ഈ ഹെൽമെറ്റ് തന്നെ ധാരാളമാണ്. ഒരു ഡെയിലി യൂസിനാണെങ്കിൽ നല്ല ഹെൽമെറ്റാണ്. ലോങ് പോകാനും മോശമൊന്നുമില്ല. ഞാൻ ഒറ്റ സ്ട്രെച്ചിലൊരു 100-200 കിലോമീറ്ററിൻ്റെ ഇടയിൽ റൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് യാതൊരു ഡിസ്കംഫോർട്ടും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം എല്ലാം കൊണ്ടും മോശമില്ലാത്തൊരു ഹെൽമെറ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഹെൽമെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഹെൽമെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും എനിക്ക് സ്വയം ഒന്ന് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസും കൂടിയാണത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ റൈഡ് സേഫ്, സ്റ്റേ സേഫ്, കീപ് സ്മൈലിംഗ്.